ഹലോ കൂട്ടുകാരെ, ഞങ്ങളെ വാഗമണ്ണിൽ അന്ന് രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ അടിച്ച് പൊളിച്ച്, അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസമാണ്. നാളെ രാവിലെ ഞങ്ങൾ റൂമിലൊക്കെ എല്ലാവരും ആദ്യത്തെ ദിവസം താമസിച്ച ആ റൂം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ രാവിലെ എല്ലാവരും റെഡിയായി ഫ്രഷായിട്ട് ഇറങ്ങി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഞങ്ങൾ അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത്. അപ്പോൾ അച്ഛനും അമ്മയും കുറുമ്പനും കുറുമ്പിയും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് പോയെന്ന് വെച്ചാൽ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ ഒരിടത്താണ് പോയത്. അപ്പോൾ ആ ഒരു പോകുന്ന ആ ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം അച്ഛനും അമ്മയ്ക്കൊന്നും അറിയത്തില്ല ഒരുപാട് ഇങ്ങനെ കയറി പോകണമെന്നൊക്കെ. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ബസ് കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നാലും തങ്ങൾപ്പാറ മലയിലോട്ട് കയറാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കൂടി അവിടെ തങ്ങൾപ്പാറയിലോട്ട് പോവുകയാണ്. അങ്ങനെ കയറി വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ ഒരു അടുത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ക്ഷീണവും കാര്യങ്ങളും അധികമൊന്നുമില്ല. രാവിലെ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് എല്ലാവരും ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ പോകുന്ന വ്യൂ ആണ്. കുറേ അങ്ങ് പോകണം കേട്ടോ. ഞാൻ വിചാരിച്ചപ്പോൾ അടുത്താണ്. കുറേ കയറി കുറേ അങ്ങ് വന്നപ്പോഴാണ് നമ്മളിപ്പം അവിടെ ഏറ്റവും ടോപ്പിൽ കയറി ആ ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായി, ഭയങ്കര സെറ്റപ്പായിരുന്നു കേട്ടോ. കാരണം ഇതാണ് തങ്ങൾപ്പാറ. അവിടെ ഒരു മുസ്ലിം പള്ളി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും കുറുമ്പിയും കൂടെ അവിടെ കയറി അതൊക്കെ വാങ്ങിച്ചു. അമ്മ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് അമ്മ ഇങ്ങനെ അന്തം വിട്ടാണ് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നല്ലോ. അപ്പം ഞാനും കുറുമ്പനെല്ലാം ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര ക്ഷീണമായി പോയിട്ട്. അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് കുറേ വണ്ടിയുടെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ തങ്ങൾപ്പാറ കയറി അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. സൂപ്പറായിരുന്നു. ആ ഒരു കയറിപ്പോകുന്ന വ്യൂവും ആ താഴോട്ടുള്ള വ്യൂവും അങ്ങനെ നല്ല എന്താണ് ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ ഞങ്ങൾ കാറിൽ ഇരുന്ന് കണ്ട കുറുമ്പനും കുറുമ്പിയൊക്കെ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ എല്ലാ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഞങ്ങളപ്പോൾ ഊണാണ് കഴിച്ചത്. കുറുമ്പനും കുറുമ്പിയും അവർ ചിക്കൻ ബിരിയാണി, ഞങ്ങൾ ഊണുമായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലമെന്ന് വെച്ചാൽ പൈൻ വാലി ആയിരുന്നു. അപ്പോൾ പൈൻ വാലിയിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ കുറേ സാധനങ്ങളൊക്കെ കാരണം അവർ രണ്ടുപേരും തൊപ്പിയൊക്കെ വാങ്ങിച്ച് ഇപ്പോഴേ വെച്ച്. വെയിലായിരുന്നു, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. പക്ഷേ നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. എന്താ കുറേ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തൊപ്പിയും അതൊക്കെ വാങ്ങിച്ചുള്ളൂ, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങളവിടെ പൈൻ വാലിയിൽ അവിടെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തങ്ങൾപ്പാറ പോയ പോലെ അല്ലായിരുന്നു. പൈൻ വാലിയിൽ നല്ല അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ പൈൻ വാലിയിൽ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി. പക്ഷെ നല്ലൊരു ജേണി ആയിരുന്നു. വാച്ചി എന്തൊക്കെയോ അവിടെ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു വന്നപ്പം അവിടെ ഒരു ഷോപ്പിൽ കയറി ഞങ്ങളവിടെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ നല്ല താഴോട്ടൊക്കെ നല്ല വ്യൂ ആണ്. അവിടെ ഇരുന്ന് ചായയും അതേപോലെ തന്നെ ചോളം അടിപൊളിയല്ലേ അല്ലേ കൂട്ടുകാരെ? ചോളമൊക്കെ ഞങ്ങൾ അവിടെ ചോളം കഴിച്ച്. ചോളമൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് ഇരുന്ന് കഴിക്കാനാണ് ഒരു സെറ്റപ്പ് കേട്ടോ. അടുത്ത് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ ഒരു മൊട്ടക്കുന്നിലോട്ടാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആയെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം 4 മണിയായി കഴിഞ്ഞിരുന്നു. ആ മൊട്ടക്കുന്നിലോട്ട് പോകുന്ന വഴിക്ക് നല്ല ഏലച്ചെടികളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ മൊട്ടക്കുന്നിലോട്ട് ഞാൻ വായിച്ച് കാണാൻ പോകുന്നത് അമ്മോട്ട് അവിടെ ഇറങ്ങി ഓടി വരുന്നു. നമ്മളെല്ലാം ഇങ്ങനെ മൊട്ടക്കുന്നിലോട്ട് പോവാണ്. ശരിക്കും മൊട്ടക്കുന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു റോപ്പിലെ സംഭവം കാണുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അല്ലാതെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കയറി പോകുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്ട് ഞാനങ്ങനെ കയറില്ല. പക്ഷേ കുറുമ്പന് കയറണമെന്ന് പറഞ്ഞു. ഞങ്ങളെ കുറുമ്പന ഹെൽമെറ്റൊക്കെ വെച്ച് അങ്ങനെ കയറാനായിട്ട് തയ്യാറെടുത്ത്. അപ്പോൾ അവൻ കയറുന്ന കണ്ടപ്പോഴത്തേക്ക് ഉണ്ണിയാനും കയറാൻ ഭയങ്കര ആകാംക്ഷയായി. അങ്ങനെ അവിടെ ഉണ്ണിയാണെന്നും അവർ രണ്ടുപേരും ഹെൽമെറ്റൊക്കെ ഇട്ട് അപ്പോൾ ആ റോപ്പിലോട്ട് കയറാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുവാണ് എങ്ങനെയാണ് സംഭവം. അപ്പോൾ ശരിക്കും കുറച്ച് ടൈമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് പോയി അവിടെ ചെന്നിട്ട് ഒരു വട്ടേ പോകത്തുള്ളൂ. തിരിച്ച് നമ്മളാണെങ്കിൽ അവിടെ ചെന്നിട്ട് നടന്ന് വരണം. അപ്പം അവിടെ ഒരു വ്യൂ ഉണ്ട്, അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് അതുവഴി നടന്ന് തിരിച്ച് വരണം. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 400 രൂപയായിരുന്നു. ഞങ്ങളുടെ കുറുമ്പനും കാരണം അവിടെ അച്ഛനും റോപ്പിൽ കയറാനുള്ള ഒരു പുറപ്പാടാണ്. അങ്ങനെ കൂട്ടുകാർ പോകുന്നു ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയണ്ണ അങ്ങനെ പോയി. ഇപ്പം അടുത്ത പുറകെ ഇപ്പം നിരഞ്ജനും അതായത് കുറുമ്പനും ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് ടൈമേ ഉള്ളെങ്കിലും അത്രയും ടൈം നല്ലൊരു ഇതാണ് അല്ലേ. നമ്മൾ മേലിൽ കൂടെ പോകുമ്പോൾ ഒരു ഫീല്, അതിൻ്റെ ഒരു ഫീൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കയറിയില്ല. കയറാനുള്ള ഒരു ഇതായിരുന്നു.
അങ്ങനെ നല്ല രസമായിരുന്നു. മൊട്ടക്കുന്നിൽ പോയി നല്ലൊരു അനുഭവമായിരുന്നു. ഈ ഒരു റോപ്പിൽ കയറാൻ പറ്റി. പിന്നെ ഒരുപാട് നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് പോയ ദിവസം എന്ന് വെച്ചാൽ ഹോളിഡേ ആയിരുന്നു. ആ ടൈമിൽ നല്ല ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊട്ടക്കുന്നിലും കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. കുറേ എൻജോയ് ചെയ്തു. ഐസ്ക്രീമൊക്കെ കുടിച്ചു. കുറേ തൊപ്പി അതും ഇതൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആവുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 മണി വരെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 6 മണി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. കുറുമ്പി ഒരു പാവക്കുട്ടിയൊക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ളൊരിതാണ്. അപ്പം മൊട്ടക്കുന്ന് കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസത്തെ ലാസ്റ്റ് നമ്മൾ മൊട്ടക്കുന്ന് കണ്ടിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് വിശപ്പായില്ലേ. പിന്നെ ഞങ്ങൾ നൂഡിൽസ് കഴിക്കാൻ പോയി. അന്നത്തെ രാത്രിയിലത്തെ ഫുഡ് നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ രണ്ടാമത്തെ ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പം മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ടാറ്റാ.